നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാമെന്ന പരിപാടിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. പ്രാദേശികമായ വിഷയങ്ങൾ തന്നെയാണ് പലപ്പോഴും ഈ പരിപാടിയിൽ പരിചയപ്പെടുത്തുന്നത്. നാളുകളായിട്ട് പല പ്രതിസന്ധികൾ നേരിടുന്ന, പരിഹരിക്കാൻ കഴിയാതെ നീണ്ടുപോകുന്ന, പലർക്കും ഉത്തരം നൽകാൻ കഴിയാത്ത പല വിഷയങ്ങൾ, അങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന, നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ഈ പരിപാടിയുടെ കാതലായ ഒരു ഭാഗമെന്ന് പറയുന്നത്. നമ്മൾ ഇന്നുള്ളത് കൊച്ചിയിൽ, പ്രത്യേകിച്ച് പശ്ചിമ കൊച്ചി മേഖലയിലേക്കെല്ലാം വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ചെല്ലാനം. ചെല്ലാനത്തെക്കുറിച്ച് പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കടലേറ്റം തമ്മിലുള്ള കാര്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ ചെല്ലാനത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ വികസനം, അത് റോഡുകളുടേത് അടക്കമുള്ള കാര്യങ്ങളാണ്. നമ്മൾ ചെന്നെത്തി ഇവിടെ വന്നിരിക്കുന്നത് ചെല്ലാനത്ത് പുത്തൻതോട് എന്ന് പറയുന്ന സ്ഥലമാണ്. ചെല്ലാനം പുത്തൻതോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, അതിൻ്റെ ഒരു ബോർഡാണിത്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഇത് ചെല്ലാനം റോഡാണ്. ചെല്ലാനത്തിൽ നിന്ന് പോകുന്ന പ്രധാന റോഡിൽ നിന്ന് തിരിയുന്ന ഈ ഭാഗത്താണ് ഇവിടെ സാധാരണക്കാരായ ആളുകളുടെ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നുള്ള അവരുടെ കുട്ടികളെല്ലാം പഠിക്കുന്ന ഈ സ്കൂൾ ഇവിടെ ഉള്ളത്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളുള്ളത്. ഇവിടേക്കുള്ള റോഡാണ്. ആ റോഡിൻ്റെ ഒരു ശോച്യാവസ്ഥയാണ് നമ്മൾ പറയുന്നത്. ഏതാണ്ട് 10 വർഷത്തോളമായി ഈ റോഡ് ഇതേപോലുള്ളൊരു സ്ഥിതിയിൽ കിടക്കുന്നു എന്ന് പറയുന്നത്. നിരവധിയായ കുട്ടികൾ കടന്നു പോകുന്ന, വാഹനങ്ങൾ കടന്നു പോകുന്ന, ആളുകൾ കടന്നു പോകുന്ന ഈ സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ്, MLAയുടെ കൂടി വലിയ ഉത്തരവാദിത്തത്തിൽ വരുന്നൊരു റോഡാണിത്. പക്ഷേ നാളുകളായി ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടെയുള്ളത്. എന്താണ് ഈ റോഡിൻ്റെ ശോച്യാവസ്ഥയ്ക്ക് കാരണം? ഒപ്പം ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്തു? ഏത് നടപടികളെല്ലാം സ്വീകരിച്ചു? നാട്ടുകാർക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയുവാനുള്ളത് എന്നതാണ് ഈ നമ്മൾ പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്ക് സ്വാഗതം ഒരിക്കൽ കൂടി. ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ കൂടുതലായും ആളുകൾ പറയുന്ന കാര്യങ്ങൾ, കഴിഞ്ഞ കുറേ നാളുകളായി പലരോടും പരാതി പറയുന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് പരിഹരിച്ച് കിട്ടുക എന്നതിനെ സംബന്ധിച്ച് ആർക്കും തന്നെ ഒരു ഉത്തരവും നൽകാൻ കഴിയാൻ ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. നമുക്കൊപ്പം തന്നെ പ്രദേശവാസി അമ്മ കൂടി ചേരുന്നുണ്ട്. കുറേ നാളുകളായി ഇതിങ്ങനെ കിടക്കുന്നു അല്ലേ? കുറേ നാളായി ഈ റോഡ് ഇങ്ങനെ തീരെ കൊള്ളുകയില്ലാതെ കിടക്കുന്നത്. വയസ്സായ ആളുകൾക്ക് പുറത്താട്ടിറങ്ങി ഒരു ആശുപത്രിയിലൊക്കെ ഈ വഴിക്ക് പോകേണ്ടി വന്നാൽ എങ്ങനെ പോകും ഈ റോട്ടേ കൂടി? പോണതിനേക്കാളും വലിയ രോഗമായിട്ട് അവിടെ നിന്ന് പോരുള്ളൂ. അയാത് റോഡാണ്. ആ പിള്ളേരെയും കയറ്റിക്കൊണ്ട് പോകണം. വണ്ടിയൊക്കെ വന്ന സമയത്ത് വല്ല അപകടവും വന്നാൽ എന്തോരം കൊച്ചുങ്ങളായിരിക്കും അപകടത്തിൽ പെടാൻ പോകണം. ആ പാലമൊക്കെ വിട്ട് കിടക്കണേ. അപ്പം ഇതൊക്കെ ഒന്ന് നന്നാക്കി മനുഷ്യന് യോഗ്യമായ രീതിയിലാക്കി തരേണ്ട ഗവൺമെൻറ്. ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ സ്കൂൾ ഇത്രയും വലിയ ക്ലാസ്സിൽ പിള്ളേർ പഠിക്കുന്ന ക്ലാസ്സാണ് ഇത്. ഈ സ്കൂളാണ് പേരുകേട്ട ഗവൺമെൻറ്. എന്നിട്ട് എന്തിനാണ് ഒരു ഫലവും ഇല്ലാതെ കിടക്കണത്? അപ്പം പറയുന്നത് ഇവിടെയുള്ള പുത്തൻതോട് സ്കൂൾ, പുത്തൻതോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും മറ്റു അനുബന്ധ കാര്യങ്ങളുമെല്ലാം തന്നെയുണ്ട്. പക്ഷേ അവിടേക്ക് പോകുന്ന വണ്ടികൾ, കുട്ടികളായിട്ട് പോകുന്ന വാഹനങ്ങൾ, ഇതെല്ലാം അതിൽ സ്ഥിരം അതിൽ കുരുങ്ങി പോകുന്നതും വീഴാൻ പോകുന്നതും എല്ലാം എപ്പോഴും ഉണ്ടാവുന്നുണ്ടല്ലോ. ഉണ്ടാകുന്നുണ്ട്. അങ്ങനത്തെ വഴിയാണല്ലോ അങ്ങനെ ചരിഞ്ഞ് കിടക്കണുണ്ടല്ലോ റോഡ്. അപ്പം നമ്മ ഒരു വണ്ടി ഇങ്ങാരി വരികയാണ്. അപ്പം നമ്മ അങ്ങോട്ട് പോകുകയാണെങ്കിൽ ആ വന്ന ആളുകൾ നോക്കി നിന്നില്ലെങ്കിൽ 2 കൂട്ടക്കാരും തമ്മിൽ കൂട്ടിയിടിക്കും. അതാണ് ശരി. പരാതിയൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു ഫലവും ഇല്ലാതെ കിടക്കണേ. നടന്നു പോകാനും പറ്റണില്ല. നമുക്ക് നടക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് നടന്നു പോണ ആളുകൾക്കെങ്കിലും പോകണ്ടേ? പോകാൻ പറ്റാതെ എങ്ങനെയാണ് എന്ത് ചെയ്യും? അവിടെ പോകണം. ബസ് കയറണമെങ്കിൽ അവിടെ തന്നെ പോകണം. ഇവിടെ ഇങ്ങോട്ട് ബസ് വരികയില്ല. പിന്നെ എന്ത് ചെയ്യാനാണ്? കുറേ പേരൊക്കെ സഹിക്കണ പോലെ എല്ലാവരും സഹിക്കുന്ന വരികയില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടാകുമ്പോഴേ ഇവർക്കൊക്കെ ചൂടുണ്ടാവുള്ളൂ. പോലെയാണ് എനിക്ക് തോന്നുന്നത്. അമ്മ പറഞ്ഞാൽ വളരെ കൃത്യമാണ്. കാരണം ഏതെങ്കിലും വിഷയങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ തന്നെയാണ് ആളുകൾ. അല്ലെങ്കിൽ മറ്റു നടപടി ഒരാൾ കൂടി ഉണ്ട് ഇതുപോലെ. ആൾക്കാർക്ക് ഇറങ്ങി കുളിക്കാൻ ആയാതെയാണ് റോഡ് കിടക്കുന്നത്. അത്രയും വെള്ളവും കാര്യങ്ങളൊക്കെ ഒരു നന്നാക്കി പോയി കഴിയുമ്പോൾ തന്നെ റോഡ് ചീത്തയായി. ആരോടും ഇതുവരെ നമ്മൾ പരാതി പറഞ്ഞിട്ടോ കാര്യങ്ങളോ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കണ്ടില്ല, ഇത് എവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണേ.
പിന്നെ കിഴക്കാട്ടുള്ള വഴി അവിടെ കൂടി ഈ കണ്ട ജനം മുഴുവനും കൊച്ചുങ്ങളെയുമായിട്ട് പോണേ. ആ വണ്ടി ഒന്ന് തിരിഞ്ഞാൽ എന്ത് ചെയ്യും? കൊച്ചുങ്ങൾക്ക് വല്ല അപകടം പറ്റി ആരും ഉത്തരവാദിത്വം പറയും സ്കൂൾക്കാർ വന്നു കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ബസ്സിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ വഴി തന്നെ അപ്പുറത്തൂടെ പോകേണ്ടി വരും അല്ലേ? ആ വഴി തന്നെ പോകണം. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് പോകണം, പിന്നെ തെക്കോട്ട് പോകണം. അവിടത്തോളം പോകണം, പുത്തൻതോട് വരെ പോകണമെങ്കിൽ. ഇത് നമ്മൾ പലപ്പോഴും ഈ ഇത്തരം റോഡുകളിലൂടെ പോകുമ്പോൾ പ്രായമുള്ളവർക്കൊക്കെ പോകാൻ വാഹനത്തിലൂടെ തന്നെ പോകാൻ പാടായിരിക്കും. ഞങ്ങൾക്കൊക്കെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നടന്നു പോകണ്ടേ. പക്ഷേ വണ്ടിക്കൊക്കെ പോകാനായിട്ട് പറ്റുമോ? പറ്റിയല്ല, എപ്പോഴും വണ്ടിക്ക് പോകാനായിട്ട് സാധിക്കില്ല. അപ്പം നടന്ന് തന്നെ പോകണം. പെട്ടെന്നൊരു നടപടി വേണമെന്നാണ് അല്ലേ? പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാക്കി ഇവിടെയൊക്കെ ഒന്ന് മെനയി ആ വെള്ളവും കുഴിയും തോടുമൊക്കെ ഒന്ന് മാറ്റി കിട്ടിയാൽ എന്ത് തോട്ടിലല്ല റോട്ടില. എന്തായാലും ആളുകൾക്ക് പറയാനുള്ളത് ഒരേ കാര്യം തന്നെയാണ്. കാരണം ഈ റോഡ് നന്നാക്കാതെ അതിലൂടെ ഉള്ള ഒരു യാതൊരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ തന്നെയാണ് എല്ലാ സമയത്തുമുള്ളത്. എങ്ങനെയാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുക? പുറത്തേക്ക് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആ പ്രധാന നിരത്തിലേക്ക് വരുമ്പോൾ ഈ ബസ് റൂട്ടും കാര്യങ്ങളെല്ലാം ഉള്ള സ്ഥലമാണ്. അവിടേക്ക് വരികയാണെങ്കിൽ ഈ വഴി അല്ലാതെ മറ്റൊരു ആശ്രയമില്ല. കഴിഞ്ഞ കുറേ നാളായാലും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത്. ഒരുപാട് കാലമായി ഇതുമാതിരി ഈ റോഡ് പൊടിഞ്ഞു കിടക്കുന്നു. അത് ശരിയാക്കും, അപ്പത്തെ ഒരാഴ്ച കഴിയുമ്പോൾ സാധനം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട്. ഇതാരെ അന്വേഷിക്കാൻ തിരക്കാനുമില്ല. ഇപ്പം ഇതിന് വേണ്ടിയിട്ട് മുറുവിളി കൂട്ടുന്ന കുറേ കാലങ്ങളായി സമരം ഉണ്ടാക്കണം, എന്നിട്ട് യാത നടത്തി, ഇങ്ങനെ പല കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് വരെ ഒരു ആൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ സ്ഥലത്തേക്ക്. ഇതിൽ കുട്ടികളെയും കൊണ്ടുപോകുന്ന ബസ്സുണ്ട്, ആ ബസ്സിൽ കൊച്ചുങ്ങളെ ഇടിച്ച് നിറച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഈ പാലം, ഈ കിഴക്കേ പാലത്തിലാണ് ആ സംഭവം ഉണ്ടാകണം. അവിടെ ഇടിഞ്ഞ് കിടക്കുകയാണ് റോഡ് സൈഡ്. ഇതിലെ കൂടി ആ വണ്ടി താഴത്തേക്ക് പോയാൽ കുട്ടികൾ മരണപ്പെടും. ഇതിന് സമാധാനം ആര് പറയും? ഒന്നെങ്കിൽ ആ പാലം പൊളിക്കുക, അല്ലെങ്കിൽ ഇതിലെ റൂട്ട് നിർത്തി വെക്കുക. ഇതൊന്നുമില്ല ഇപ്പോഴും. ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ വണ്ടി വന്നുകൊണ്ടേയിരിക്കുകയും ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ട് നോക്കാം. ചേട്ടൻ പറഞ്ഞ പോലെ ഇതിനൊരു നടപടി വേണം. കാരണം പലപ്പോഴും പറഞ്ഞു പോകുന്നതല്ലാതെ ആളുകൾ നൽകുന്ന ഉറപ്പല്ലാതെ ചെറിയ ചില അറ്റകുറ്റപ്പണികളല്ലാതെ അതിനപ്പുറം ക്രിയാത്മകമായ രീതിയിൽ റോഡ് പുതുക്കിപ്പണിയത് ഒരു പ്രദേശത്തിൻ്റെ ആവശ്യമാണ്. വലിയ നിരവധിയായ വീടുകളും ആൾക്കാരും എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് ഒരു പ്രദേശത്തിൻ്റെ ഒരാവശ്യമാണിത്. കുറേ നാളുകളായോ റോഡ് കൊണ്ട് ബുദ്ധിമുട്ട്? 15 വർഷം കഴിഞ്ഞു. 15 വർഷം കഴിഞ്ഞു. നേരത്തെ 10 എന്ന് പറഞ്ഞപ്പോൾ 15 വർഷം കഴിഞ്ഞ് ഇത് ചെയ്തിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ തുടങ്ങില്ല, ഒരു പണിയും നടക്കണില്ല. അത് ഈ പിള്ളേരോട്ട് പോകുമ്പോൾ ഭയങ്കര പ്രയാസമാണത്. ഈ എത്രയോളം കൊച്ചുങ്ങളല്ലേ കൊണ്ടുപോകണം. ആരാട് പറയാനും, ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. നന്നാക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്, നന്നാക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. വേറെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞങ്ങളൊക്കെ പോകാനിരിക്കണവരാണ്, ഇനി അധികം പഴക്കമൊന്നുമില്ല. അല്ല, അദ്ദേഹം പറയുന്നതിലെല്ലാം ഉണ്ട്. കാരണം ഇനിയൊരു തലമുറയ്ക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ സ്വാഭാവികമായും വികസന പദ്ധതികളും കാര്യങ്ങളും എല്ലാം തന്നെ കൊണ്ടുവന്നത്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കരുതി വയ്ക്കുന്നതും കരുതലും എല്ലാം തന്നെയുള്ളത്. പക്ഷേ അവരിലേക്ക് എത്താനായിട്ട് അവർക്ക് വേണ്ടി കരുതി വയ്ക്കേണ്ടതുണ്ട്. പക്ഷേ ഒന്നും ആകുന്നില്ല. ഇതുപോലുള്ള റോഡുകളും കാര്യങ്ങളും എല്ലാം തന്നെ അവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ദീർഘദൃഷ്ടിയോടുകൂടി പണിത് പൂർത്തീകരിക്കേണ്ടതാണ്. അതൊന്നും ആകുന്നില്ല എന്ന നിരാശയാണ് നമ്മോട് സംസാരിച്ച ഈ മുതിർന്ന ആളുകളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത്. പുത്തൻതോട് ഈ ഭാഗത്തെ ഏറ്റവും കൂടുതൽ ഒരു സഞ്ചാര ആശ്രയം എന്നെല്ലാം തന്നെ പറയുന്നത് ഈ വഴിയാണ്. ഈ വഴിയിലൂടെ നാളുകളായി ഇതിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പക്ഷേ ഒരു തരത്തിലും ഒരു പരാതി പറഞ്ഞിട്ടും എവിടെയും എത്താത്തൊരവസ്ഥ തന്നെയാണ്. കാരണം ഈ റോഡ് കാണുക, ഇത് പൊട്ടിപ്പൊളിഞ്ഞ് ഇതിൽ 2 വാഹനങ്ങൾ ഒരേ സമയം കടന്നു പോയാൽ ഒരു വശത്ത് ചതുപ്പ്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. വണ്ടി പ്രത്യേകിച്ച് നേരത്തെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞതുപോലെ 2 വാഹനങ്ങൾ അടുപ്പിച്ച് പോവുകയാണെങ്കിൽ അത് എങ്ങോട്ട് ചരിയുമെന്നതിനെക്കുറിച്ചൊന്നും ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. ഇവിടെ വിദ്യാർത്ഥികളുമായിട്ട് പോകുന്ന വാഹനങ്ങളെല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. നമുക്കൊപ്പം ഈ പ്രദേശത്തുള്ളവരുണ്ട്. അമ്മ സംസാരിക്കുന്നോ? ഈ റോഡ് കുറേ നാളായി ഇങ്ങനെ കിടക്കുന്നത്, കുറേ നാളായി അല്ലേ? ആരും ഒന്നും നന്നാക്കാനൊന്നും വന്നിട്ടില്ല ഇതുവരെ അല്ലേ? ആരും വന്നിട്ടില്ല. ഇതിങ്ങനെ തന്നെ കിടക്കുവാണ് അല്ലേ? പറ്റാതി കൂടിയാണ് വണ്ടിയൊക്കെ പോണേ. അപ്പൊ എനിക്ക് 2 പേരക്കിടാവുണ്ട്. ഈ ഗേറ്റ് കഴിഞ്ഞ് വന്ന എന്റെ ഊര് പളറിയേ വല്ലതും വന്നിട്ടേ എന്റെ പേരക്കിടാവില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റിയില്ല.
അതാണ് അമ്മ പറഞ്ഞതിൽ മുഴുവൻ ഒരു കരുതലുള്ളത്. പേരക്കിടാങ്ങളോടുള്ള ആ ഒരു സ്നേഹവും കരുതലും എല്ലാം തന്നെയുണ്ട്. അവർക്ക് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള അവരുടെ അവസ്ഥ, കാരണം തൊട്ട് അടുത്ത് തന്നെ റോഡും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ വരുന്നത് എന്താണ് എന്നൊന്നും പറയാനാത്ത ഒരു സ്ഥിതിയാണുള്ളത്. അമ്മ ഇതിലൂടെ സ്ഥിരം പോകുന്നതാണോ? പിന്നെ നമ്മ ഇതല്ലേ സ്ഥിരം ഇവിടെ നമ്മുടെ വീടേ. പിന്നെ വേഗം ഈ റോഡ് ശരിയാക്കി തന്നെ കൊച്ചുങ്ങളെ ബുദ്ധിമുട്ടാണ്, അലച്ചു വീഴും. പിന്നെ ദൈവം കാക്കും. നമ്മുടെ മുമ്പിലും ദൈവം ഉണ്ടല്ലോ, പുറകിലും ദൈവം ഉണ്ട്. അങ്ങനെ നടന്നു വാഹനങ്ങളൊക്കെ പോകുമ്പോ ചരിഞ്ഞ് വീണ് പോകും അങ്ങാണ്. പിന്നെ മരമൊക്കെ ഉള്ളതുകൊണ്ട് കയറി പിടിക്കാല. ശരിയല്ലേ അവനെ? അപകടം ഉണ്ടാവും. പിന്നെ കാണാൻ പാടില്ലേ, എത്ര കൊല്ലമായത്. അല്ല പാസ്സായി കിടക്കണേ വന്നില്ലല്ലോ. ഇപ്പൊ തന്നെ ഇവിടെ അവിടെ കല്ലുപണി നേരത്തെ ആൾക്ക് സ്ഥലം കൊടുക്കാഞ്ഞിട്ടായിരുന്നു. ഇപ്പൊ 36 കോടിക്കാണ് പിടിച്ചേക്കണത്. അന്ന് കല്ല് വന്നപ്പോ ആ സ്ഥലം ഇടിഞ്ഞു പോകുന്നു പറഞ്ഞ് കൊടുക്കല, സ്ഥലം കൊടുക്കലേ. കൊടുത്താലല്ലേ ആ കല്ല് വരുവുള്ളു. ഞങ്ങളുടെ ആളുകളൊക്കെ കല്ല് കാവാൻ പോയേക്കുന്ന ആളുകളാണേ കെട്ടിയന്മാര്. മരിച്ചുപോയി 17 കൊല്ലമായി. അമ്മ പറഞ്ഞത് അവിടെ കടൽഭിത്തി നിർമ്മാണത്തെ കുറിച്ചാണ്. നമുക്കറിയാം ചെല്ലാനത്തെ ടെട്രാപോഡ് കടൽഭിത്തി സംഭവത്തെക്കുറിച്ച്. കാരണം ഇപ്പോൾ രണ്ടാമത്തുള്ള റീച്ചിലേക്ക് കൂടി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടിയാണ് അവർ പരാമർശിച്ചു പോയത്. ഏതായാലും റോഡിലേക്ക് വരികയാണെങ്കിൽ ഒരു ആശയമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഈ പ്രദേശത്ത് നമ്മൾ ഈ വഴിയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമെന്നൊക്കെ പറയാവുന്നതാണ്. കാരണം നാടൻ പലഹാരങ്ങളൊക്കെ നിറച്ച ആ ഒരു ചായക്കടയുണ്ട്. വളരെ സ്വാദിഷ്ടമായതാണ്. കാരണം ഇവിടെ ആളുകളെല്ലാം ഇവിടെ ആണ് കൂടുതലായിട്ട് വരുന്നത്. അതിലും ഇതിനകത്തെ കുറച്ച് പേര് കൂടിയുണ്ട്. പേരെങ്ങനെയാണ്? ജിനു എന്നാണ് എൻ്റെ പേര്. ഈ പ്രദേശത്ത് തന്നെയുള്ള? അതെ അതെ, ഈ പരിസരവാസിയാണ്. ഈ റോഡിൻ്റെ ഒരു അവസ്ഥ നമ്മൾ നേരത്തെ സംസാരിച്ച് പോകുമ്പോൾ ആളുകളെല്ലാം തന്നെ പറയാറുണ്ട് റോഡ് ഏതാണ്ട് 10 വർഷമായിരുന്നു, 15 വർഷമായി റോഡിൻ്റെ ഒരു അവസ്ഥ ഈ രീതിയിൽ തന്നെയാണ് പോകുന്നതെന്ന് പറയുന്നു. നിങ്ങൾ ഈ പ്രദേശത്തുള്ളവരൊരു അനുഭവം എങ്ങനെയാണ് ഇവിടെ? ഇതിപ്പോൾ ഏകദേശം ഒരു 10 വർഷം ആകുന്നു ഈ ഒരു റോഡ് ഇങ്ങനെ ഒരു ശോചനീയാവസ്ഥയിലേക്ക് മാറിയിട്ട്. വളരെ ശോചനീയാവസ്ഥയിലേക്ക് മാറിയിട്ട് കഴിഞ്ഞൊരു 4 വർഷങ്ങളായിട്ട് വളരെ അതീവ ശോചനീയാവസ്ഥയിലാണ് ഈ റോഡ് ഇങ്ങനെ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പല രാഷ്ട്രീയ അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകരുടെ നേതൃത്വത്തിലും സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ ഒരുപാട് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒപ്പുശേഖരണം അതുപോലെ കാര്യങ്ങൾ ഉണ്ടായിട്ടെങ്കിലും ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. അതുപോലെ തന്നെ റോഡ് ഉടനെ 40 ലക്ഷം രൂപ പാസ്സായിരിക്കുന്നു, അടിയന്തരമായി ചെയ്യും എന്ന് പറയുന്നതല്ലാതെ, കടലാസിൽ പറഞ്ഞു എന്നല്ലാതെ യാതൊരു രീതിയിലുള്ള പ്രാവർത്തികമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. 1500-ലധികം കുട്ടികൾ പഠിക്കുന്ന ഈ പ്രദേശത്ത് തന്നെ ഏക ഒരു ഗവൺമെൻറ് വിദ്യാലയമാണ് നമ്മൾ പുറകിൽ കണ്ടത്. അവിടുത്തെ സ്കൂൾ ബസ് അതാണ് ഏറ്റവും അപകടാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ റോഡിൽ കൂടി ഓടി അതിൻ്റെ എല്ലാ മാസവും ആ സ്കൂൾ ബസ് നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അത് പണിയേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പുറം ഇപ്പുറവും വെള്ളമാണ്, നമ്മൾ കണ്ടതാണ്. ഈ വെള്ളത്തിലേക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഒന്ന് ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞൊരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 4 മാസം മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു സമരമൊക്കെ ഇവിടെ നടത്തിയതാണ്. കല്ല് തെറിച്ച് യാത്ര ചെയ്യുന്ന ഒരു കുടുംബത്തിൽ ഒരു കുട്ടിയുടെ മേത്ത് കൊള്ളുകയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തതാണ്. എന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധികൾ ഒന്ന് ഇടപെടുകയോ അല്ലെങ്കിൽ ഇതിനൊരു ഉടനടി ഒരു പരിഹാരം കണ്ടെത്താനായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഒരു നീക്കുപോക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രതിഷേധങ്ങൾ പല രീതിയിൽ, അത് പള്ളിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും സ്കൂളിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും സംഘടനകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും പല രീതിയിലുണ്ടായിട്ടും ആരും ഇതിനെ ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ സ്ഥലം MLA അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് ഇതിലൊക്കെ നിങ്ങൾ സമീപിച്ചിട്ടുണ്ടോ? പഞ്ചായത്തിനും അതുപോലെ തന്നെ നമ്മളുടെ MLAക്കുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള പേരുടെ നിവേദനങ്ങളും ഒപ്പുശേഖരണങ്ങളും എല്ലാം കൊടുത്തു. അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പല സംഘടനകളുടെ ഭാഗത്തു നിന്നും ഇതിനെതിരെ ഒരു അധികാരികളെ അറിയിച്ചുകൊണ്ടുള്ള ശ്രദ്ധ ക്ഷണിക്കൽ പോലുള്ള ഒരുപാട് തരത്തിലുള്ള പരിപാടികൾ ഉണ്ടായിട്ടും ഒരു ശ്രദ്ധയും ഈ കാര്യത്തിൽ ചെലുത്തിയില്ല എന്ന് മാത്രമല്ല, തികച്ചും ഈ ജനതയെയും ഇവിടുത്തെ ആളുകളെയും ഈ റോഡിനെയും ഇവിടുത്തെ നാട്ടുകാരെയും എല്ലാം അവഗണിക്കുന്ന രീതിയിലൊരു മനോഭാവമാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഏതെങ്കിലും സംഘടനയുടെ ഭാരവാഹിത്വമൊക്കെ ഉണ്ടോ? തീർച്ചയായും ഞാൻ കോൺഗ്രസിൻ്റെ കൊച്ചി ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാനിതിനകത്ത് രാഷ്ട്രീയം പറയുന്നത് എന്നിൽ തന്നെ പൊതുവായ ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പോഷക സംഘടനകളുടെ ഭാഗമായിട്ട് ഒരുപാട് സമരം നടത്തിയിട്ടും യാതൊരു തരത്തിലുള്ള നീക്കുപോക്കുകളും ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ടോ? പ്രതീക്ഷ എല്ലാ വർഷവും ഇതുപോലെ തന്നെ ഒരു 10 വർഷത്തിന് മേലായി എല്ലാ ഇതിൽ ഫണ്ട് പാസ്സായി എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഒരു നടപടിക്രമങ്ങളൊന്നും ആയിട്ടില്ല. കുട്ടികൾ ഒരു 1500ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു ഏക വിദ്യാലയമാണത്. ഞങ്ങൾ നാട്ടുകാർ എല്ലാ പഞ്ചായത്ത് മെമ്പറോടും അതുപോലെ പഞ്ചായത്തിലും ബ്ലോക്കിലുമൊക്കെ MLAയോടൊക്കെ നിരന്തരം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അവരാരും ഒരു നടപടിയും എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് എത്രയും ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ട് പല സ്കൂളുകളിലും അപകടങ്ങളും അതുപോലെ പല സ്ഥലത്ത് കെട്ടിടം വീഴുകയും വണ്ടി മറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണിത്. പ്രത്യേകിച്ച് ഈ മഴക്കാലമായത് കാരണം ഭയങ്കര മോശാവസ്ഥയിലാണ്.
അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കിയില്ലെങ്കിൽ ഒരു വലിയൊരു അപകടത്തിലേക്കും വഴിമാറും. കാരണം രണ്ട് സ്കൂൾ ബസ്സുള്ള ഒരു സ്കൂളാണത്. അത് നിറച്ച് കുട്ടികളുമായി വരുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ വണ്ടിയാണെങ്കിൽ ഭയങ്കര ഇതിലാണ് വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നടപടി ഉണ്ടാക്കി ഞങ്ങളുടെ നാട്ടുകാർക്ക് ഇത് പരിഹാരം ഉണ്ടാകണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു നടപടി അത് വളരെ പെട്ടെന്ന് ഉണ്ടാകണം എന്നതാണ് അവർ പറയുന്നത്. നമുക്കൊപ്പം കടയിലെ ചേച്ചി കൂടി ചേരുന്നുണ്ട്. എന്താ പേരെന്താ ചേച്ചി? ഷാനിഡാല്. കുറെ നാളുകളായോ കടയിട്ട്? ഞങ്ങളിപ്പോൾ ഒരു 5 വർഷത്തോളമായി. അപ്പോൾ ഞങ്ങൾ ഈ സ്ഥലം മേടിച്ചിട്ട് ഒരു 5 വർഷമായി. അത് കഴിഞ്ഞിട്ടാണ് കട വെച്ചത്. അപ്പോൾ തൊട്ട് ഞങ്ങൾ ഈ മെമ്പറിനോടും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ കോൺട്രാക്റ്റ് പിടിക്കാൻ കാര്യം 40 ലക്ഷത്തിന് കോൺട്രാക്റ്റ് പിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടെന്നാണ് പറയുന്നത്. അല്ല ശരിക്കും ശരിയാക്കുമ്പോൾ നന്നായിട്ട് തന്നെ ശരിയാക്കണം. താൽക്കാലികമായിട്ട് ശരിയാക്കിയിട്ട് കാര്യമില്ല. കണ്ടം നികത്തിയൊക്കെ വന്ന റോഡാണ്. കഴിഞ്ഞ മാസം ഒരു ഓട്ടോ ഇവിടെ മറിഞ്ഞായിരുന്നു ഈ പാലത്തിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടായതിന് ശേഷം അത് ശരിയാക്കുന്നതിനേക്കാൾ മുൻപേ ശരിയാക്കുവാണെങ്കിൽ അത്രയും നല്ല. ഇപ്പോൾ സ്കൂൾ ബസ്സൊക്കെ നിറച്ച് പിള്ളേരായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അബദ്ധവശാൽ എന്നാൽ മറിഞ്ഞ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ആർക്കും രക്ഷിക്കാൻ പറ്റാത്തൊരു കാണുമ്പോൾ ഇപ്പോൾ 2 വീലറുമായിട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞൊക്കെയാണ് പെട്ടെന്ന് സ്ലിപ്പായി തോട്ടിലോട്ട് പോകാനുള്ള ഇത് കൂടുതലാണ് ഈ സ്ഥലം. രാത്രി ഇരുട്ട്, ചില സമയത്ത് സ്ട്രീറ്റ് ലൈറ്റ് കത്താണ്ടൊക്കെ വരുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. എത്രയും പെട്ടെന്ന് റെഡിയാക്കി. കാര്യം കുഞ്ഞുങ്ങളെല്ലാവരും പോണത് ഈ വഴി കൂടിയാണ്. എല്ലാവരുടെയും വാക്കുകളിലുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് കാണും. സ്കൂൾ ഇവിടെയുണ്ട്. ആ ബസ് പോകുന്നതും എല്ലാം തന്നെ വളരെ പേടിപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് അത്തരം നടപടികളിലേക്ക് കടക്കണമെന്ന് തന്നെയാണ് നാട്ടുകാർ മുഴുവനായും തന്നെ ആവശ്യപ്പെടുന്നത്. ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ 3 കൊല്ലമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഈ റോഡ് ഇങ്ങനെ തന്നെയാണ്. ഭയങ്കര മോശമാണ് ഈ റോഡ്. ഇത് എത്ര പെട്ടെന്ന് ശരിയാക്കി തന്നെയാണ് നല്ലത്. ബസ്സിലേക്കൊക്കെ പോകുന്ന ഈ വഴി ഇതിലേ കൂടി തന്നെയല്ലേ പോകാനായിട്ട് പറ്റുള്ളൂ? ഇതിലേ തന്നെയല്ലേ പറ്റുള്ളൂ? പിള്ളേര് ഫുള്ള് ഇതിലാണ് പോണത്. എന്നുവെച്ചാൽ ഈ റൂട്ടിൽ പിള്ളേർക്ക് പോകാൻ പറഞ്ഞിട്ടുള്ളു. ബസ് സ്റ്റോപ്പ് അവിടെയാണ്. അത് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് റെഡിയാക്കിയിട്ടാ. ഞാൻ പഠിച്ചിട്ട് ഇപ്പോൾ 12 കൊല്ലമായി. അത് തന്നെ ഞങ്ങൾ പഠിക്കുന്ന കാലം തൊട്ട് ഇങ്ങനെ തന്നെയാണ് റോഡ് കിടക്കണത്. ഒരു മാറ്റവും വന്നിട്ടില്ല ഇതുവരെയായിട്ടും. കിട്ടുമെന്നുള്ളതായിരുന്നു. ഇതുവരെയായിട്ടും അങ്ങനൊന്നും ഇതുവരെ റെഡി ആയിട്ടില്ല. ഈ സ്കൂൾ ബസ്സൊക്കെ പോകുമ്പോൾ തന്നെ പേടിയാണ് സൈഡിൽ കൂടി നടക്കാൻ. ചിങ്ങാടി ഇങ്ങടെ അനങ്ങി പോകുമ്പോൾ പേടിയാണ്. പിന്നെ അതുമല്ല വലിയ വലിയ ലോറികളൊക്കെയാണ് ഇവിടെ കൂടിയൊക്കെ പോണത്. ഇതിലൂടെ സ്ഥിരം പോകുന്ന ആളാണോ? ഇവിടെ വീടുണ്ട്. ഞാൻ ഇതിൽ വരികയല്ലേ, വേറെ വഴിക്കാ പോണം. റോഡ് മോശം ഇതുകൊണ്ട് വഴി മാറ്റി. വെള്ളത്തിൽ പോകുമ്പോൾ അറിയാം, ഒരു വണ്ടി പോയ ഓട്ടോറിക്ഷ മറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത് കാലങ്ങളായി ഇങ്ങനെ തന്നെ പോകുന്നു. ഈ സ്കൂൾ റോഡല്ലേ ഇത്? അതിന്റെ ഒരു ഉത്തരവാദിത്തം കാണിക്കുന്നില്ല അല്ലേ? കാണിക്കണില്ല. എപ്പോഴെങ്കിലും ഈ അപകടം സംഭവിക്കുന്നുണ്ടല്ലേ ഇടയ്ക്ക്? നോക്കിയില്ലെങ്കിൽ മറിഞ്ഞ് വെള്ളത്തിൽ പോകും. റോഡിന് അടപ്പുണ്ട്. ഇതിപ്പോ അറ്റകുറ്റപ്പണി കൊണ്ട് ചെറിയ പണി കൊണ്ടൊന്നും കാര്യമില്ല. ഒരു കാര്യമില്ല. ചെയ്താണ് നേരത്തെ. ഒരു ഭാഗത്ത് കടൽ കയറുന്ന ഒരു ഭീതിയും ആശങ്കയും എല്ലാം തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇത്തരം ഒരു ദുരിത സാഹചര്യങ്ങളെല്ലാം തന്നെ സജീവമായിട്ട് തന്നെയുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു, ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനിടയിലും ഈ ടെട്രാപോഡ് എന്ന സംഭവം വലിയ രീതിയിൽ തന്നെ നമ്മൾ ആഘോഷിക്കപ്പെടുമ്പോഴും ഇതിനിടയിൽ അത്രയൊന്നും തുക ഒരിക്കലും വേണ്ടി വരാത്ത ഇതുപോലുള്ള ചെറിയ അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരു കുറേയധികം കുട്ടികൾ, ഏതാണ്ട് 1500-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണിത്. മികച്ച രീതിയിൽ അധ്യയനം നടന്നു പോകുന്ന ഇടമാണ്. അതിനൊപ്പം സാധാരണക്കാരായ കുട്ടികളാണ് പഠിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ അടക്കം താഴ്ന്ന ജീവിത നിലവാരത്തിൽ നിന്ന് വരുന്ന നിരവധിയായ കുട്ടികൾ തന്നെയുണ്ട്. അവരുടെ എല്ലാവരും ആശ്രയമാണ്. അവർക്ക് കൂടിയാണ് ഇതെല്ലാം ഈ സൗകര്യങ്ങളെല്ലാം പ്രയോജനപ്പെടേണ്ടത്. നിലവിലെ ഈ ഒരു അവസ്ഥ ഇതിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയുള്ളൂ. അത്രയ്ക്ക് മോശമായ രീതിയിലേക്ക് റോഡ് വന്നിരിക്കുന്നു. അതിൽ അടിയന്തര ഇടപെടലുകൾ ഇതിലെല്ലാം തന്നെ വേണ്ടതാണ്. ഇവിടെയുള്ള പ്രദേശവാസികളുമെല്ലാം പ്രതീക്ഷ
പ്രതീക്ഷിക്കുന്നതും അതാണ്. വൈകാതെ അത്തരം ഇടപെടലുകൾ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് അവർ ഒരു വലിയ പ്രത്യക്ഷ സമരത്തിലേക്കൊന്നും പോകാതിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ചെറുതായ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നു. പക്ഷേ പിന്നീട് പഴയ പോലെ തന്നെ കാര്യങ്ങൾ വരുന്നു. ആരും ഒരു ഇടപെടലും കാര്യമായി നടത്തുന്നില്ല എന്നത് തന്നെയാണ് വാസ്തവം. ഇത് എത്രയും വേഗം നന്നാക്കുക, ഇത് വളരെ അത്യാവശ്യമാണ്. ഞങ്ങളുടെ മാത്രമല്ല കുട്ടികളുടെ ആവശ്യം. ഇതേകൂടി ഒരുപാട് സ്കൂൾ ആംബുലൻസ് പോണതാണ്, മാഷന്മാർ പോണതാണ്, വളരെ അത്യാവശ്യം. ഇത് എൻ്റെ വീട്, ഇതല്ല ഈ കാണുന്നതല്ല എൻ്റെ വീടാണ്, എൻ്റെ ഫാമിലിയാണ്. ഇതിൽ എല്ലാ ദിവസവും 2-3 പ്രാവശ്യം പോകാറുണ്ട്. വളരെ സങ്കീർണമാണ്. എൻ്റെ വീട് ഇവിടെയല്ല എങ്കിലും സ്ഥിരം യാത്ര ചെയ്യുന്ന ഇവിടെ ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിലെ പാസ്റ്ററാണ് ഞാൻ. വളരെ ബുദ്ധിമുട്ടേറിയ ഇവിടെ മാത്രമല്ലല്ലോ, എല്ലായിടത്തും ഇങ്ങനെ ഈ റോഡെല്ലാം വളരെ മോശമായി കിടക്കുകയാണ്. നമ്മുടെ വണ്ടിയൊക്കെ വളരെ പോയി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഇതിലെ കൂടി എന്ന് പറയുന്നത് ധാരാളം കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കുകയല്ലേ, കുഞ്ഞുങ്ങളൊക്കെ ഇതിലെ കൂടിയാണ് പോകുന്നത്. അവർക്കൊന്ന് വരാനോ പോകാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഒരുപാട് നാളെ ഇങ്ങനെ കിടക്കണം, മോശമായിട്ട് കിടക്കണം. ഒരുപാട് നാളെ പിള്ളേർക്കും മറ്റുള്ളവർക്കും യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. പ്രത്യേകിച്ച് വർഷ സമയത്ത് റോഡിൽ വെള്ളം കയറിയൊക്കെ കിടക്കുന്ന സമയത്ത് നമുക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. മനസ്സിലാവാത്തൊരവസ്ഥയാണ്. വണ്ടിക്കും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ഥിരം ഈ വഴി തന്നെയാണോ പോകുന്നത്? ഈ വഴി തന്നെയാണ് പോകുന്നത്. ഇത് വഴി കുറേ നാളായോ ഈ രീതിയിൽ കിടക്കുന്നത്? കുറേ നാളായി അല്ലേ? നമ്മൾ ഈ പലരും പറയുന്ന സ്കൂൾ കുട്ടികൾക്കടക്കം വലിയ പാടാണ് ഇതിൽ. ബുദ്ധിമുട്ടാണ്. മാത്രമല്ല നമ്മൾ സഞ്ചരിക്കുന്ന എല്ലാവർക്കും തന്നെ ബുദ്ധിമുട്ടാണ്. ഇതിൽ പരാതി നൽകുക അതൊക്കെ നടന്നിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ഇതിനോട് പൊരുത്തപ്പെട്ടു തുടങ്ങിയോ ഈ ഒരവസ്ഥയോട്? എന്ത് പറയാനാ, മറ്റു വഴികളില്ല അല്ലേ? പാലത്തിനപ്പുറത്തേക്കുള്ള ഭാഗത്തേക്കെല്ലാം തന്നെ വരുമ്പോൾ റോഡ് ഇതിനും മോശമായൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതെങ്ങനെയാണ് ഇത്ര മോശമായി ഈ ഒരു സ്ഥലത്ത് ഇത്രയും വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരിടത്ത് ഇത്രയും മോശമായൊരു റോഡ് ഉള്ളത് എന്നത് വളരെ അതിശയിപ്പിക്കുന്നൊരു കാര്യം തന്നെയാണ്. കാരണം ഇവിടെ ഒരു ജനപ്രതിനിധി തീർച്ചയായിട്ടും തന്നെയുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? മറ്റുള്ളവർ, പ്രതിപക്ഷത്തുള്ളവർ എങ്ങനെയാണ് അത് ഓർമ്മപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്? ഇത്തരം ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. വർഷങ്ങളായി, ഏതാണ്ട് 10-15 വർഷത്തിനുമിടയിലായി ഈ റോഡ് ഇതുപോലെ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. അതുമാത്രവുമല്ല, ഈ പുത്തൻതോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നേരത്തെ ഒരു വാർത്തയുണ്ടായിരുന്നു. അതിൻ്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പണിത കെട്ടിടം, അതിൽ ചോർച്ചയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ കെട്ടിട നിർമ്മാണ സമയത്ത് കൂടുതലായി വാഹനങ്ങൾ ഇതിലെ പോയത് കൊണ്ട് തന്നെയാണ് ഈ റോഡിൻ്റെ ഒരു ദുരവസ്ഥ ഇത്ര കണ്ടായതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്തെല്ലാം തന്നെ ഇടപെടലുകൾ വേണമായിരുന്നു. കൃത്യമായി ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കേണ്ടതിലേക്കെല്ലാം തന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ നീങ്ങണമായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല എന്നത് തന്നെയാണ്. ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നത് തികച്ചും സാധാരണക്കാരായ ഈ പുത്തൻതോട് നിവാസികൾ തന്നെയാണ്. കാരണം ഇത് ആരോട് പരാതി പറയും എന്ന വലിയ ചോദ്യങ്ങളെല്ലാം തന്നെ ബാക്കി നിൽക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ ഒരവസ്ഥയിലൂടെ തന്നെയാണ് മുഴുവനായിട്ടും തന്നെ ആളുകൾ പോകുന്നത്. അമ്മച്ചിയുടെ വീട് ഇവിടെ അടുത്താണോ? ഈ റോഡ് ഇങ്ങനെ ആയിട്ട് തുടങ്ങിയിട്ട് ഞങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷെ ഇപ്പോൾ ഈ റോഡ് നന്നാകാനില്ല. എല്ലാവരും പറയണത് ഇത് പിടിക്കാൻ ആരും ഇല്ലെന്നാ, വർക്ക് പിടിക്കാനില്ല. പൈസ കുറവാണ്, എമൗണ്ട് കുറവാണെന്നാ പറയണത്. നമുക്ക് റോഡ് വേണമല്ലോ. റോഡ് വേണം. എൻ്റെ മോനും ഓട്ടോ ഓടിക്കണതാണ്. ഇതിലൂടെ പോകാനായിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുമാനപ്പെട്ട ഓട്ടോക്കാർ വന്നില്ല ഇതിലെ കൂടി. പടിഞ്ഞോട്ട് കിഴക്കോശം വന്നവർ ഇറക്കിയിട്ട് അവർ പോകും. ഇങ്ങനെ മോശമാണെന്നും പറഞ്ഞ് വരികയില്ല. ബാക്കി ദൂരം നമ്മൾ നടന്നെത്തണം. അങ്ങനെ ചെയ്യണത് എവിടെ പോയാലും. ഒരു അത്യാവശ്യം വന്ന ഒരു വാഹനം ഈ വഴി വരാത്ത അവസ്ഥ. അങ്ങനെയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞു പോണത്. നമ്മൾ പൊരുത്തപ്പെട്ട് തുടങ്ങിയെന്നുള്ള ദുരിതത്തോട്. അതാണ്. അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യും? പിന്നെ പൊരുത്തപ്പെടാണ്ട് നിവർത്തിയില്ലല്ലോ. അതാണ് അമ്മ പറഞ്ഞ പോലെ കുറേ കഴിയുമ്പോൾ ഇതൊരു ശീലമാകുന്ന പോലെയൊക്കെ തന്നെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഈ റോഡിൻ്റെ പല ഭാഗങ്ങളും പൂർണ്ണമായിട്ട് തന്നെ തകർന്നു കിടക്കുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതൊരു കലുങ്കാണ്. ഏതായാലും പാലമെന്നെല്ലാം തന്നെ പറയാം. ഇതിൻ്റെ ഒരു അവസ്ഥ നോക്കുക. ഇത്രത്തോളം റോഡ് താണ്. ഇത് സാധാരണ നിരപ്പിൽ നിന്ന് റോഡ് ഇത്രത്തോളം താണിരിക്കുകയാണ്. കാരണം ഇതിനപ്പുറത്തേക്ക് ഈ ചതുപ്പാണ്. ഇതിനപ്പുറത്തേക്ക് വാഹനങ്ങളെല്ലാം തന്നെ ചരിയാനുള്ള സാധ്യതയും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഏതെങ്കിലും ഒരു വാഹനം വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ അവിടെ സൈഡ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എല്ലാം തന്നെ പോകും. ഇതാണ് ഈ ഭാഗമാണ് ഏറ്റവും മോശമായിട്ട് കിടക്കുന്നത്. പേരെന്താ? ബിനോയ്. പ്രദേശത്തുള്ള ഞാനിവിടെയൊക്കെ തന്നെ. ഇവിടേക്ക് എത്തുമ്പോൾ സാധാരണ ഗതിയിൽ ഇപ്പോൾ ആൾക്കാർ പറയുമായിരുന്നു, ഇവിടെ വരുമ്പോൾ ഈ വാഹനത്തിന് സൈഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയും കാര്യങ്ങളും എല്ലാം തന്നെ എപ്പോൾ വേണമെങ്കിലും വന്ന് വീഴാമെന്നെല്ലാം തന്നെയാണ് പറയുന്നത്. വാഹനത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ മൊത്തം ഇടിഞ്ഞ് ഇതായിട്ട് കിടക്കുന്നത്.
വാഹനം പോകുമ്പോഴേക്കും ഇങ്ങനെ ചരിഞ്ഞാണ് പോകുന്നത് ഒരു സൈഡിലേക്ക്. എന്താ 10,500 പിള്ളേർ പഠിക്കുന്ന സ്കൂളാണിത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് വേണ്ട ഒരു സജ്ജീകരണമാക്കി തന്നെയാണ് നമുക്ക് സർക്കാരിനോട് പറയാനുള്ളത്. കാരണം മറ്റ് ഒരുപാട് നാളായി ഇങ്ങനെ കിടക്കുന്നു അല്ലേ? ഇത് ഒത്തിരി വർഷങ്ങളായി. ഞാനിപ്പോൾ പൂർവ്വ വിദ്യാർത്ഥിയാണ്, ഈ സ്കൂളിൽ പഠിച്ചത്. 2000 ബാച്ചായിരുന്നു. അപ്പോഴും ഈ റോഡിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. കടലിൽ പോയിട്ടും വരെ പണി കഴിഞ്ഞ് വരെ ഈ വഴി തന്നെയാണോ സ്ഥിരം? ഈ വഴി തന്നെ സ്ഥിരമല്ല, ഞങ്ങളുടെ വഴി അതായിരുന്നു. പക്ഷെ അവിടെ ഇപ്പോൾ അവിടെ കൂടെ ഒന്നും പോകാൻ പറ്റും. ഞങ്ങൾക്കൊരു റോഡുള്ളത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ റോഡ് അങ്ങനെ സ്കൂൾ റോഡ്, പള്ളി റോഡ്, സ്കൂൾ റോഡിൻ്റെ കിടപ്പ് വേണ്ട. MLA തിരിഞ്ഞു നോക്കിയില്ല, പിന്നെ എന്തെടുക്കാണ്? ബാക്കിയുള്ള കാര്യത്തിൽ എല്ലാത്തിനും പുള്ളിക്ക് സമയമുണ്ട്. ഈ ഒരു കാര്യത്തിലൊക്കെ സമയമില്ല പുള്ളിക്ക്. എന്തോരം ആൾക്കാരെ പാടുപെടണം, അവിടെ കിടന്ന് വീഴണത്. പടിഞ്ഞാറ് റോഡ് കണ്ട ഇവിടെ ഞങ്ങളുടെ വാർഡ് മൊത്തം പോയി കിടക്കുന്ന റോഡ്, പുത്തന്നോട് വരെ കടൽ കയറി അന്ന് കിടക്കണ പോലെ കിടക്കണേ. ഏറ്റവും വലിയ ഗതികേടാണിത്. ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പുള്ളിക്ക് എല്ലാത്തിനും സമയമുണ്ട്, ഇതിന് മാത്രം സമയമില്ല. ചെല്ലാനത്ത് പുത്തൻതോട് ആ ഭാഗത്തുള്ള സ്കൂൾ റോഡിൻ്റെ ദുരിതങ്ങളാണ് നമ്മൾ ഇത്രയും നേരവും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്, ഇത്രയും നേരം പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ നാളുകളായി കുറേ അധികം വർഷങ്ങളായി അവർ ഈ ദുരിതാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഈ പ്രദേശത്തുള്ളവരുടെ ഒരു പ്രധാനപ്പെട്ട സഞ്ചാരാശ്രയമാണ്. ഇതിലൂടെ കടന്നു പോകാൻ പറ്റാതായപ്പോഴാണ് അവർ മറ്റു വഴികളിലേക്ക് ആശ്രയിച്ചത്. ഈ റോഡ് ഇതേപോലെ ഇങ്ങനെ തകർന്ന് തരിപ്പണമായി എന്നെല്ലാം തന്നെ പറയാം. ഇരുഭാഗത്തും ഈ വെള്ളക്കെട്ടും ഈ കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. ഇതിൻ്റെ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ്. ഇത് ഭാഗത്തും ചതുപ്പുണ്ട്, അതോടൊപ്പം തന്നെ വെള്ളം നിറഞ്ഞ പ്രദേശങ്ങളാണ്, മീൻ കൃഷിയുണ്ട്, അങ്ങനെയെല്ലാം തന്നെ പോകുന്നു. ഇതിനിടയിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. സ്കൂളിലേക്കുള്ളതാണ്. അതാണ് ഏറ്റവും ഓർക്കേണ്ട സുപ്രധാനമായ കാര്യം. അതാണ്ട് 1500-ലധികം കുട്ടികൾ പഠിക്കുന്ന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന ആ റോഡ്, ആ റോഡിലേക്കുള്ള അവിടേക്കുള്ള സ്കൂൾ ബസ് ഇതിലൂടെ സ്ഥിരമായി കടന്നു പോകുന്നതാണ്. ആളുകൾ നെഞ്ചിടിപ്പോടുകൂടിയാണ് അത് കാണുന്നത്. ഇതിലൂടെ എങ്ങനെയാണത് കടന്നു പോകുന്നതെന്നെല്ലാം പറഞ്ഞ്. ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ ഒരു വളരെ പെട്ടെന്നുള്ള ഒരു സമീപനങ്ങൾ ഉണ്ടാകണമെന്നതാണ് അവരുടെ ഒരു അപേക്ഷ എന്ന് പറയുന്നത്. കാരണം ഏതാണ്ട് 10 വർഷത്തിലധികമായി ഇവർ ഈ ദുരിതം സഹിക്കുന്നു. ഇനിയെങ്കിലും ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകണമെന്നാണ് അവർ ഏകകണ്ഠമായി ആവശ്യപ്പെടുന്നത്. ഈ പ്രദേശത്തുകാരുടെ ഏറ്റവും വലിയൊരു ആവശ്യം അത് തന്നെയാണ്. വൈകാതെ അങ്ങനെയൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. ഞാനുണ്ട് ഇവിടെ ചോദിക്കാമെന്നത് മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.